ഹലോ ഫ്രണ്ട്സ്, മുക്തറാണ്. അങ്ങനെ പുതിയൊരു യാർഡ് ഷെരീഫ് ബ്രോ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കാം. അതും നല്ല ക്വാളിറ്റി വണ്ടി കാണിച്ചു തരാം. 2010 മോഡൽ വാഗ്നർ, 2010 വാഗ്നർ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ മതി. എത്ര? 1,60,000. 1,60,000 2010 വാഗ്നർ. ഇനി ബീറ്റ് നോക്കുകയാണെങ്കിൽ ഏതാ മോഡൽ വരുന്നത്? ബീറ്റ് 2012. എത്ര കൊടുക്കുക? 60,000. 60,000 തരാൻ പോകുന്നത്. ഇനി വേണ്ട റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? 2014 മോഡല്. എത്ര കൊടുക്കുക? 3,50,000 രൂപ. 3,00,000. ഇനി ബലോനോ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ. എത്ര കൊടുക്കുക? ഇത് നമുക്കൊരു 6,00,000 രൂപ കൊടുക്കും. 6,00,000. വേണ്ട മോനെ, ഈ താറ് വേണം നിങ്ങൾക്ക്. താറാണ് മോനെ. 2024 മോഡല് എക്സ്ട്രാ ഫിറ്റിംഗ് ഏകദേശം 4,00,000 രൂപ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? അതെ, സെക്കൻഡ് ഓണർഷിപ്പ് 4,00,000 രൂപ ഫിറ്റിംഗ് കയറിയ വണ്ടി. ഇതും അഡാറ് പ്രൈസിലാണ് തരാൻ പോകുന്നത്. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത് കാണിച്ചു തരാം. ഇപ്പം സ്വിഫ്റ്റ് വേണമെങ്കിൽ സ്വിഫ്റ്റ് വമ്പൻ ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത്. എത്രാന്നല്ലേ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഇനി അതേപോലെ തന്നെ സിയാസ് 2016 മോഡലല്ലേ പറഞ്ഞത്? 16 മോഡല്, 17 മോഡല്, 18 മോഡൽ. 2016, 2017, 2018. 2016 മോഡല് ഡീസൽ ഹൈബ്രിഡ് 20ന്റെ മോഡല് മൈലേജ് കിട്ടുന്ന ഈ ഒരു അഡാറിന് മുതലൊക്കെ ഫുൾ ലോൺ എടുത്തൂടെ? ഫുൾ ലോൺ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. എത്ര ഫൈനൽ ചോദിക്കുന്നത്? അത് നമുക്ക് 5,25,000 രൂപ. 5,25,000 രൂപയ്ക്ക്. ഞാൻ അതേപോലെ തന്നെ ഒരു ഇയോൺ ഉണ്ട് 2015 മോഡല്. എമ്മാരി കണ്ടീഷൻ വണ്ടി അറിയാം. ബോഡി ആണെങ്കിലും ഉള്ളാണെങ്കിലും അഞ്ച് ടയറല്ല, സ്റ്റെപ്പിനടക്കം പുതിയ ടയർ അടക്കം തരാൻ വേണ്ടി പോകുന്നത്. അത് ഓഫർ പ്രൈസിന് ആദ്യമായിട്ട് ഒരു പുതിയ യാർഡിലേക്ക് ഷെരീഫ് ബ്രോന്റെ അടുത്തേക്ക് വന്നതാണ്. മാക്സിമം റേറ്റ് പൊട്ടിച്ചാൽ മാക്സിമം റേറ്റ് പൊട്ടിച്ചാണ് വണ്ടി ഇങ്ങനെ തരാൻ പോകുന്നത്. നമ്മൾ കറക്റ്റ് സ്പോട്ടോടെ വരുന്നത് ഇത് പട്ടാമ്പിക്കൊപ്പം. അതായത് നമ്മളെ മലപ്പുറം വളാഞ്ചേരി ഏകദേശം 10 കിലോമീറ്റർ മാറി പട്ടാമ്പിക്കൊപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. വേഗം വിളിച്ചു അടി നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. വണ്ടി കാണിക്കുന്ന ഉത്തരവാദിത്തം എനിക്കും, വണ്ടി കൊടുക്കുന്ന ഉത്തരവാദിത്തം ഷെരീഫ്ക്കായിരിക്കും. വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കുമാണുള്ളത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. വാഗ്നർ ഓഫർ ഉള്ളതല്ലേ? അതെ. ഏതാ മോഡൽ വരുന്നത്? 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടി 1,60,000 രൂപ കൊണ്ട് കൊടുക്കും. 1,60,000 2010 മോഡൽ പുതിയ പേപ്പർ, 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട്. ഓൺഷിപ്പ് വരുന്നത് തേർഡ് ഓൺഷിപ്പില്. കിലോമീറ്റർ 1,04,000 കിലോമീറ്റർ. 1,04,000. റീപ്ലേസ് എന്താണോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ 1,60,40,000 രൂപയ്ക്ക് 2010 മോഡൽ. ഇനി അതേപോലെ തന്നെ ബീറ്റ് ആണെങ്കിലോ? ബീറ്റ് നമുക്ക് 2012 മോഡൽ ഡീസൽ ബീറ്റ് വെറും 60,000 രൂപ നമുക്ക് കൊടുക്കും. 60,000 രൂപയ്ക്ക് 2010 ഡീസൽ. അതെ. ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ 1,20,000. റീപ്ലേസ് ഇല്ല, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 2012 ബീറ്റ് 60,000 രൂപയ്ക്ക്. ഇനി സ്വിഫ്റ്റ് എങ്ങനെയാണ്? സ്വിഫ്റ്റ് 2016 മോഡൽ വീഡിയോ ABS ബ്രേക്ക് വരുന്ന വണ്ടിയാണ്. നമുക്ക് ഒരു ഓഫർ പ്രൈസ് തന്നെ ഈ വണ്ടി കൊണ്ട് കൊടുക്കാം. ഒരു 4,25,000 രൂപ വണ്ടി കൊടുക്കാം. 4,25,000 2014 മോഡല് ഡീസൽ ABS വരുന്ന ടൈപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചത്? 1,60,000 കിലോമീറ്റർ ഓടി. ഓൺഷിപ്പോ? സെക്കൻഡ് ഓൺഷിപ്പിൽ റീപ്ലേസ് ഇല്ലാത്ത പക്ക ക്വാളിറ്റി വണ്ടി. ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? ഓക്കെ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ. ഓക്കെ. ഈ റിഡ്സോ? റിഡ്സ് 2014 വീഡിയോ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അലോയില് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ ഉള്ള പക്ക ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടി. 3,50,000 രൂപ ഫൈനൽ കൊടുക്കും. 2014 ഡീസൽ 3,50,000 രൂപയ്ക്ക്. ഇത് എന്നോട് പറഞ്ഞ പ്രൈസിനൊക്കെ നല്ല മാറ്റം വന്നുള്ള വീട്. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം റേറ്റ് പൊട്ടിച്ചിട്ട്. ഈ ബലോനോ ഓട്ടോമാറ്റിക് അല്ലേ? ബലോനോ ഫുൾ ഓപ്ഷൻ അൽഫ ടോപ്പ് എൻഡ് മോഡൽ CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടി. പക്ക ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ 70 സംതിങ് കിലോമീറ്റർ. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ ഒരു 6,00,000 രൂപ കൊടുക്കാം. 6,00,000 രൂപ കൊടുക്കുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ എക്കോസ്പോർട്ട് ഏതാ മോഡൽ വരുന്നത്? എക്കോസ്പോർട്ട് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന ടൈറ്റാനിയം പ്ലസ്. 2015 ടൈറ്റാനിയം പ്ലസ്. ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പിൽ 1,30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ലാസ്റ്റ് നമുക്ക് 4,50,000 രൂപ കൊടുക്കാം. 4,50,000 ഫൈനൽ പ്രൈസിന് കൊടുക്കുക. ഏതാ പറഞ്ഞത്? 2015 മോഡൽ 16 4,50,000 രൂപയ്ക്ക്. ടവേര ഏതാ മോഡല്? ടാക്സി 2011 പ്രൈവറ്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഇരിക്കുന്ന വണ്ടി. 2011 മോഡൽ ഡിസംബർ. 2011 ഡിസംബർ പ്രൈവറ്റ് ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പില്. കിലോമീറ്ററോ? 1,49,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. പക്ക ക്വാളിറ്റി വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 3,00,000 രൂപ കൊടുക്കാം. 3,00,000 രൂപയ്ക്ക്. അടുത്തത് ഏതാ മുതല്? താറെന്നാണോ അത്? ഒരു ഗോൾഡൻ കളർ എക്സ്ട്രാ ഫിറ്റിംഗ് എത്ര? 4,00,000 രൂപയുടെ മോഡിഫിക്കേഷൻ ഉള്ള വണ്ടിയാണിത്. 4,00,000 രൂപയുടെ മോഡിഫിക്കേഷൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത ഒരു ഗോൾഡൻ കളർ ടൈപ്പ് അല്ലേ? 2024 മോഡൽ. 2024 മോഡല് 4,00,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ് കയറ്റിയ മോഡല്. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 54,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല.
ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 16 ലക്ഷം രൂപ. 16 ലക്ഷം റുപ്യ ലാസ്റ്റ് ഫൈനൽ. 2024 മോഡല്, 54,000 കിലോമീറ്റർ ഓടിച്ച, സെക്കൻഡ് ഓണർഷിപ്പ്, 4 ലക്ഷം റുപ്യന്റെ മോഡിഫിക്കേഷൻ ചെയ്ത 4x4 മാനുവൽ അല്ലേ വരുന്നത്? മാനുവൽ ടോപ്പ് എൻഡ് വേരിയന്റ്. 16 ലക്ഷം റുപ്യ എത്ര ലോൺ കയറും? ഇത് 15.5 ലക്ഷം റുപ്യ ലോൺ. 15 ലക്ഷം റുപ്യ ലോണും കയറും. ഓക്കെ, അതേപോലെ ഡിസൈർ ഏതാ മോഡൽ വരുന്നത്? ഡിസൈർ പുതിയ പേപ്പർ 2009 VDI. 2009 ഡീസൽ പുതിയ പേപ്പർ, 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട്. ഓൺഷിപ്പ് ഏറത്? തേർഡ് ഓണർഷിപ്പിൽ. കിലോമീറ്ററോ? കിലോമീറ്ററിൽ 1,22,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണോ? ഇല്ല, ഒരു റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 1,80,000 രൂപ ഫൈനൽ. 1.80 നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, എസ്റ്റാർ ഏതാ മോഡൽ വരുന്നത്? എസ്റ്റാർ 2010-11 രജിസ്ട്രേഷൻ വരുന്ന അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്ന തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 10-11 രജിസ്ട്രേഷൻ. നമുക്ക് മാക്സിമം റേറ്റ് കമ്പി ആക്കിയിട്ട് കൊടുക്കാം. 1,30,000 രൂപ ഫൈനൽ റേറ്റ്. 1.35 2010-11 രജിസ്ട്രേഷൻ വരുന്ന എസ്റ്റാർ നമുക്ക് കൊടുക്കാം മാക്സിമം. എന്താ ജസ്റ്റ് ചെയ്യില്ലേ? മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 2009 മോഡല്. 2009 29 വരെ പേപ്പറുള്ള VDI. ഡീസൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് 1,75 1,75,000 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ, വെന്റ് ഏതാ മോഡൽ വരുന്നത്? എന്റെ 2014 ഹൈലൈൻ. 2014 ഹൈലൈനാ? ഹൈലൈൻ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഡീസൽ ആണ് വരുന്നത്. അതെ, ഡീസൽ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് നമുക്കൊരു 3,25,000 രൂപ കൊടുക്കാം. 3.25 2014 ഡീസൽ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആണോ? ഇയോട് 2015 മോഡലാണ്. ഇറ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ ഓടിയുള്ള പക്ക ക്വാളിറ്റി. നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല ഇയോൺ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊരു 1,70,000 രൂപ ഫൈനൽ. 1.75 കൊടുക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഈ ഒരു ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? ആൾട്ടോ 800 2018 മോഡലാണ്. 73,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. LXi അല്ലേ വരുന്നത്? അതെ, LXi. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് 2,70,000 രൂപ കൊടുക്കാം. 2,70,000 രൂപയ്ക്ക് 2018 മോഡൽ കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ ഒരു ആൾട്ടോ ഇത് 2011 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന റീപ്ലേസ് ഒന്നും ഇല്ലാത്ത പക്ക ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് നമുക്കൊരു 1,15,000 രൂപ കൊടുക്കാം. 1.15 അല്ലേ? 1.15 2011 മോഡൽ കൊടുക്കാം. ഓക്കെ, ഐറ്റം ഏതാ മോഡൽ വരുന്നത്? ഐറ്റം 2009 മോഡൽ. 2009 മോഡൽ 29 വരെ പേപ്പറുള്ള. ഓണർഷിപ്പ് ആരത്? തേർഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് നമുക്കൊരു 1,15,000 രൂപ ഫൈനൽ കൊടുക്കും. 1,15,000 രൂപ കൊടുക്കുക. അതേപോലെ തന്നെ സിയാസ് ഡീസൽ ആണോ പെട്രോൾ ആണോ? സിയാസ് ഡീസൽ ആണ്. ഇത് VDI പ്ലസ് വരുന്നുണ്ട്. ഹൈബ്രിഡ് ആണ്. അപ്പൊ അത്യാവശ്യം മൈലേജ് എന്തായാലും 20ന്റെ മുകളിൽ മൈലേജ് നമുക്ക്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ. 2016 മോഡല്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ് ഈ വണ്ടി വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് നമുക്കൊരു 5,20,000 രൂപ. 5,20,000 2016 മോഡൽ ഡീസൽ ഹൈബ്രിഡ് 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന മാരുതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന സിയാസ്. ഒരു പ്രാവശ്യം ഓടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓടിക്കാൻ തോന്നുന്ന ഒരു മുതല്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഇത് എടുത്തു വരാൻ ഹൈബ്രിഡ് ആയതുകൊണ്ടാട്ടോ. 3 സിയാസ് ഉണ്ടല്ലോ. ഇത് നമ്മൾ വരുന്നത്? ഇത് 2017 മോഡല്. 2017 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഡീസലാ? ഡീസൽ ഹൈബ്രിഡ്. ഹൈബ്രിഡ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഇത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്കൊരു 5,80,000 രൂപ. 5.80 2017 5.80 പോയി. അതേപോലെ തന്നെ ഇത് നമ്മൾ 2018. ഇത് 2018 ടോപ്പ് എൻഡ് മോഡൽ അൽഫ പെട്രോൾ. സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. പക്ക ക്വാളിറ്റി കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 6,25,000 രൂപ ഫൈനൽ പ്രൈസ്. 6,25,000 രൂപയ്ക്ക് സിയാസ് പെട്രോൾ തരാൻ വേണ്ടി പോകുന്നു. അത് ടോപ്പിന്റെ പേരുണ്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് ഷവർലെറ്റ് ക്രൂസ് 2011 സെക്കൻഡ് ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. 2017 അല്ലേ പറഞ്ഞേ? അല്ല, 2011 മോഡൽ ക്രൂസ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,20,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര?
ഇത് നമുക്ക് 2,60,000 രൂപ കൊടുക്കാം. 2,60,000 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് BMW ഏതാ മോഡൽ വരുന്നത്? BMW 5 സീരീസ് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്കലി. ഡീസൽ ഓട്ടോമാറ്റിക് ആയ വണ്ടിയാണ്, പട്ടാമ്പിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പർ ആയ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അല്ലേ വരുന്നത്? ഫുൾ ഓപ്ഷൻ. കിലോമീറ്ററോ? കിലോമീറ്റർ 74,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. 2000 ഏതാ മോഡൽ പറഞ്ഞേ? 2012 മോഡൽ. 2012 മോഡൽ 5 സീരീസ് ആണ് വരുന്നത്. BM നമ്പർ ആയ വണ്ടിയാണ്, റീ ആണ്. ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. ഹിസ്റ്ററി കാര്യങ്ങൾ പക്ക ഹിസ്റ്ററി. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? നമുക്കൊരു 8,50,000 രൂപ കൊടുക്കും. 8,50,000 രൂപയ്ക്ക് ഈ മുതൽ തരാൻ പോകുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? വെർണ ഏതാ മോഡൽ വരുന്നത്? 2014 മോഡല്, സിംഗിൾ ഓണർ, വെറും 48,000 കിലോമീറ്റർ ഓടിയ. 48,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. SX ഓപ്ഷൻ, പെട്രോൾ ഓട്ടോമാറ്റിക്, CVT ഗിയർ ബോക്സ് ആണ്. 48,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർ ആണ്. KL 51 നിൽക്കണ ഇതൊരാൾ മാത്രം ഉപയോഗിച്ച വണ്ടി. അതാണ് 48,000 കിലോമീറ്റർ നിൽക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ പൈസ ലാസ്റ്റ് നമുക്ക് ഇതൊരു 4,90,000 രൂപ ഫൈനൽ റേറ്റ്. 2014 ഓട്ടോമാറ്റിക് വരണം. പോകണ സുഖം വേറെ തന്നെ. സിയാസ കൂടെ പറഞ്ഞ മാതിരി തന്നെയാണ്. കാരണം അതിന്റെ വണ്ടിയിൽ ഒരു സടാൻ വണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇറങ്ങിയത്. ഓക്കെ. ഇനി അതേപോലെ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് അല്ല, ഡിസൈർ ഏതാ മോഡൽ വരുന്നത്? ഡിസൈർ 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ. 18 രജിസ്ട്രേഷൻ. ഡീസൽ പെട്രോൾ? ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി വരുന്നത്. കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. വണ്ടി പക്ക ക്വാളിറ്റി ആണ്. ഇത് നമുക്ക് മാക്സിമം ഒരു 5,25,000 രൂപ നമുക്ക് വണ്ടി 5,25,000 കൊടുക്കുക. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡിസൈർ വരുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇനോവ, അത് കേരള ഒറിജിനൽ കേരള G4 ഏതാ മോഡൽ വരുന്നത്? 2013 മോഡല്. 2013 ഒറിജിനൽ കേരള G4. ഓൺഷിപ്പോ തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. കിലോമീറ്റർ 1,73,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് ഇതൊരു 8,00,000 രൂപ ഫൈനൽ കൊടുക്കുക, 7,50,000 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 8,00,000 രൂപ ഫൈനൽ പ്രൈസ്, 7,00,000 രൂപ ലോൺ, 50,000 രൂപ കേരള വണ്ടി. 2014 മോഡൽ G4 വണ്ടി കൊടുത്ത് നടക്കുക. ഓക്കെ. ഈ ഒരു ഇനോവ ഏതാ മോഡൽ വരുന്നത്? ഇത് 2012 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പില് റീ രജിസ്ട്രേഷൻ അല്ല. നമുക്ക് നമ്പർ ആക്കിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് 6,25,000 രൂപ ഫൈനൽ റേറ്റിന് കൊടുക്കാം. 6,20,000 രൂപയ്ക്ക് 2012 G4 8 സീറ്റ് ആണ്. ടൈപ്പ് 4 ആക്കിയിട്ട് എല്ലാ വർക്കും ചെയ്ത് കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? കിലോമീറ്റർ 1,60,000 കിലോ. അത് കുറവാണ്. രജിസ്ട്രേഷൻ വണ്ടിയാണ്, നമ്മൾ ജെനുവിറ്റി പറയുന്നില്ല. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തില്ല. 2011-12 രജിസ്ട്രേഷൻ വണ്ടി. 6,20,000 രൂപയ്ക്ക്. ഓക്കെ. ഈ ഒരു ഇനോവ നമ്മൾ വരുന്നത്? ഇത് 2011-12 രജിസ്ട്രേഷൻ V ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2011-2012 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്. കിലോമീറ്റർ 2,80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. രജിസ്ട്രേഷൻ വണ്ടിയാണ്, നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു 6,30,000 രൂപ കൊടുക്കാം. 6,30,000 രൂപയ്ക്ക്. ഇതിപ്പോ കാറ് കാണിച്ച് മതിയായി മനുഷ്യന്. നമുക്ക് ലോറി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? അതെ. നമുക്ക് മസ്ത ടിപ്പർ ഉണ്ട്, 2013 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 2013 സിംഗിൾ ഓണർഷിപ്പ് കേരള വണ്ടിയല്ലേ? സാമ്രാട്ട് എക്സ്ട്രാ ഗിയർ വരുന്ന വണ്ടി കേട്ടോ. ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല, ഒക്കെ നിങ്ങൾ തന്നെ പറയണോ? നമ്മുടെ അടുത്ത് എല്ലാ കൊമേഴ്ഷ്യൽ വണ്ടി അടക്കം നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഓണർഷിപ്പ് കിലോമീറ്റർ അതെ, ഇത് 1,00,000 പുറത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇത് നമുക്കൊരു 8,00,000 രൂപക്ക് 8,00,000 രൂപ കൊടുക്കുക. ഇത് നമ്മൾ വരുന്നത്? ഇത് 2015 മോഡല് നിസാന്റെ 4 വീൽ എന്ന് പറയും. ബോഡി വണ്ടിയാണ്. നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. 3,70,000 രൂപ നമുക്ക് കൊടുക്കാം. 3,70,000 രൂപയ്ക്ക്. ഇത് നമ്മൾ വരുന്നത്? ഇത് 2013 മോഡൽ മാക്സിമോ പിക്കപ്പ് ആണ്. ഇത് നമുക്ക് ഒരു 95,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 95,000 രൂപ കൊടുക്കാം. അപ്പൊ എന്താണ് ഷെരീഫ്രോ, എവിടാണ് നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്? നമ്മളെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി കൊപ്പം എന്ന് പറഞ്ഞ ഭാഗത്താണ്. നമ്മുടെ പട്ടാമ്പി വളാഞ്ചേരി ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറി പട്ടാമ്പി കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ? കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു യാർഡാണ്. പക്ഷെ ചെറിയ യാർഡാണെങ്കിലും വലിയ അറിവൊന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടി. മൂപ്പരെ കാണാനുള്ള ഈ ഒരു ലുക്ക് തന്നെ ഉള്ളൂ. പക്ഷെ ആള് പാവാണെന്ന് എനിക്ക് തോന്നുന്നത്. അവല്ലേ? അതെ, ആള് കണ്ട് സംസാരം കണ്ട് തോന്നി. പിന്നെ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേഗം വിളിച്ചോളി. വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നേരെ മൂപ്പര നമ്പർ ഷെരീഫിന്റെ നമ്പർ അടിയിൽ കൊടുത്തിട്ട് വേഗം വിളിച്ചോളൂ.